ചെങ്ങാലൂരിൽ തണ്ണീർത്തടം നികത്തുന്നത് തടയാനെത്തിയ പഞ്ചായത്ത് അംഗത്തെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പുതുക്കാട് പഞ്ചായത്ത് അംഗം തോബി തോട്ടിയാനാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാതെ സപ്ലൈകോ. 100 മേനി വിളവ് ലഭിച്ചിട്ടും ദുരിതത്തിലായി അന്തിക്കാട് കായൽക്കോളിലെ കർഷകർ. പഴവള്ളം ആദിവാസി കോളനിയിൽ പട്ടികജാതി കുടുംബത്തിന് കുടിവെള്ളം നിഷേധിച്ച് പുത്തൂർ പഞ്ചായത്ത്. പരാതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള കളക്ടറുടെ നിർദ്ദേശം പഞ്ചായത്ത് അവഗണിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി മുഞ്ഞേലിയിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം. 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. ആളൂരിൽ 20 ലിറ്റർ വ്യാജ ചാരായവുമായി 2 പേർ അറസ്റ്റിൽ. വാറ്റുപകരണങ്ങളും ഓട്ടോറിക്ഷയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. ചെങ്ങാലൂരിൽ തണ്ണീർത്തടം നികത്തുന്നത് തടയാനെത്തിയ പഞ്ചായത്ത് അംഗത്തെ മണ്ണ് മാഫിയ ടിപ്പർ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പുതുക്കാട് പഞ്ചായത്ത് അംഗം തോബി തോട്ടിയാനാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. ചെങ്ങാലൂർ കുട്ടാടൻ പാടത്ത് കളിമണ്ണെടുത്ത സ്ഥലത്ത് പൊടിമണ്ണടിച്ചു നികത്തുന്നത് തടയാനെത്തിയ മെമ്പറെയാണ് മണ്ണ് മാഫിയകൾ ലോറി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ മെമ്പർ തന്റെ ബൈക്കുമായി ലോറിയെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് എത്തിയിട്ട് ലോറി എടുത്താൽ മതിയെന്ന് മെമ്പർ പറഞ്ഞ ഉടനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച് ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു. മെമ്പർ പെട്ടെന്ന് ഓടിമാറിയത് മൂലം അപകടത്തിൽ നിന്ന് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാലിന് പരിക്കേറ്റ മെമ്പർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിലെ ഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് മണ്ണ് മാഫിയ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് തോബി തോട്ടിയാൻ പറഞ്ഞു. പാടത്ത് വൻതോതിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് മണ്ണടിച്ച് കൂട്ടിയിട്ട് ആ മണ്ണ് കൂട്ടിയത് കളിമണ്ണെടുക്കാൻ വേണ്ടി കളിമണ്ണെടുത്ത കൂലിക്ക് തട്ടാൻ വേണ്ടി ശ്രമമാണ് നടത്തണേ. ഈ ശ്രമം തടയാൻ വന്ന എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു. ഇതിലെ അധികാരികൾ കാര്യമായി ഇടപെടുന്നില്ല. പോലീസ് വിളിച്ചാലും വളരെ വൈകിയാണ് പോലീസിന്റെ സംയമനം ഇതിൽ ഇടപെടലുകൾ ഉണ്ടാവുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചാണ് കുട്ടാടൻ പാടത്ത് കളിമൺ ഖനനവും നികത്തലും നടക്കുന്നത്. രാത്രിയും പകലുമില്ലാതെ നിരവധി ടിപ്പർ ലോറികളാണ് മണ്ണുമായി ചീറിപ്പായുന്നത്. ഗുണ്ടകളുടെ സഹായത്തോടെ മണ്ണ് മാഫിയകൾ മേഖലയിൽ പിടിമുറുക്കിയിട്ടും പോലീസ് പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും തോബി തോട്ടിയാൻ പറഞ്ഞു. ചെങ്ങാലൂർ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി തണ്ണീർത്തടം നികത്തൽ നിർത്തിവെപ്പിച്ചു. മെമ്പറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്യണമെന്നും അനധികൃതമായി തണ്ണീർത്തടം നികത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. 100 മേനി വിളവ് ലഭിച്ചിട്ടും ദുരിതത്തിലായി അന്തിക്കാട് കായൽക്കോളിലെ കർഷകർ. കൊയ്തുവെച്ച നെല്ലിന് ഇവർ കാവലിരുന്ന് തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു. അന്തിക്കാട് കായൽക്കോളിലെ കർഷകർക്ക് പതിവിൽ കവിഞ്ഞ വിളവാണ് ലഭിച്ചത്. എന്നാൽ കൊയ്തുവെച്ച നെല്ലിനെ കാത്തു സൂക്ഷിക്കാനാണ് ഇവർ പാടുപെടുന്നത്. സപ്ലൈകോ അധികൃതരാണ് സ്വകാര്യ മില്ലുകാർ വഴി പാടശേഖരങ്ങളിൽ നിന്നും നെല്ല് ശേഖരിക്കുന്നത്. എന്നാൽ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് നെല്ല് തൂക്കം നോക്കിയ ശേഷം അട്ടിയിട്ടിരിക്കുകയാണ്. നെല്ല് കയറ്റിക്കൊണ്ടു പോകുന്നതുവരെ ഉത്തരവാദിത്തം കർഷകന് തന്നെയാണ്. എന്നാൽ കരാറെടുത്ത സ്വകാര്യ മില്ലുകാരുടെ വാഹനമെത്തി നെല്ല് കൊണ്ടുപോകാത്തതിനാൽ കൊടും ചൂടിലും നെല്ലിനെ കാവലിരുന്ന് കർഷകർ വലഞ്ഞു. സമീപത്തെ പടവിൽ 10 ദിവസമായി ചാക്കിലാക്കി വെച്ചിട്ടും നെല്ല് കൊണ്ടുപോയിട്ടില്ല. അപ്രതീക്ഷിതമായി എത്തുന്ന മഴയെയും കർഷകർക്ക് ഭയമുണ്ട്. ടാർപ്പായകൾ വാടകയ്ക്കെടുത്തും സ്വന്തമായി വാങ്ങിയും നെൽച്ചാക്കുകൾ മൂടിയിട്ടിരിക്കുകയാണ് പലരും. ഇതിനായി ഒരു തുക കർഷകന് അധിക ചിലവ് വരുന്നുണ്ട്. മില്ലുകാർ വാഹനം അയക്കാത്തതിൽ അമർഷമുണ്ടെന്നും വിഷയത്തിൽ പാടശേഖര സമിതി കർഷകർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നില്ലെന്നും കർഷകനായ പ്രഭാകരൻ തൈവളപ്പിൽ ആരോപിച്ചു. പാടശേഖരം പറയുന്നത് വെച്ചാൽ മില്ലുകാർ വണ്ടി അയക്കുന്നില്ല എന്നാണ് പറയുന്നത്. 4 വണ്ടിയാണ് അയക്കുന്നത്. അങ്ങനെ വണ്ടി വരാത്ത കുറ്റങ്ങളാണ് അവർ മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് നോക്കാനോ പിടിക്കാനൊന്നും ആരും കാണുന്നില്ല. കനൽ വേനൽ ചൂടിലും മാനത്ത് അപ്രതീക്ഷിതമായി എത്തിയേക്കാവുന്ന കാർമേഘങ്ങളെയും കൂടിയെത്തുന്ന മഴയെയും ഭയന്ന് വരമ്പിൽ ചാക്കിലാക്കി വെച്ച നെല്ലിന് കാവലിരിക്കുകയാണ് കർഷകർ. TCV അന്തിക്കാട്. പഴവള്ളം ആദിവാസി കോളനിയിൽ പട്ടികജാതി കുടുംബത്തിന് പുത്തൂർ പഞ്ചായത്ത് അധികൃതർ കുടിവെള്ളം നിഷേധിച്ചു. പരാതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള കളക്ടറുടെ നിർദ്ദേശം പഞ്ചായത്ത് അവഗണിച്ചു. പഴവള്ളം ആദിവാസി കോളനിയിലെ താമസക്കാരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പള്ളത്തേരി ബിന്ദുവിന്റെ കുടുംബത്തിനാണ് കുടിവെള്ളം നിഷേധിക്കപ്പെട്ടത്. TCV പുറത്തുകൊണ്ടുവന്ന ഇവരുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കളക്ടർ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 2 മാസം പിന്നിട്ടിട്ടും കളക്ടറുടെ ഉത്തരവിന് വില കൽപ്പിക്കാതെയാണ് പഞ്ചായത്തിന്റെ നിലപാട്.
കളക്ടറുടെ റിപ്പോർട്ടിന് മറുപടി നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. വീടിന് മുൻപിലൂടെ പോകുന്ന കോളനിയിലെ ആദിവാസി ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒരു കണക്ഷൻ നൽകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഇതിനായി 4 വർഷമായി ഓരോ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ കുടുംബം. മുഖ്യമന്ത്രി, വകുപ്പ് തല മന്ത്രി, പഞ്ചായത്ത് എന്നിവർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇതിനൊക്കെ റിപ്പോർട്ട് വന്നെങ്കിലും പഞ്ചായത്ത് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. വിവരാവകാശം വെച്ചിട്ട് അതിനകത്ത് നമുക്ക് അനുകൂലമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. ചോദ്യങ്ങൾക്ക് പോലും ഒരു ഉത്തരം നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ആദിവാസി കോളനിക്കാർക്ക് വേണ്ടി ആവിഷ്കരിച്ച കുടിവെള്ള പദ്ധതിയിൽ നിന്ന് മറ്റ് വിഭാഗങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകാൻ കഴിയില്ലെന്നാണ് പദ്ധതി ഗുണഭോക്തൃ കമ്മിറ്റി പറയുന്നത്. എന്നാൽ കോളനിയിൽ താമസിക്കുന്ന ഇതര വിഭാഗത്തിൽപ്പെട്ട 8 കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് കുടിവെള്ളം നൽകുന്നുണ്ടെന്നും തങ്ങളെ മാത്രം അകറ്റി നിർത്തുകയുമാണെന്നാണ് ഇവരുടെ ആക്ഷേപം. സ്വന്തമായി കിണറില്ലാത്ത ഈ കുടുംബം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടതോടെ ദൂരെ നിന്നാണ് വെള്ളം തലച്ചുമടായി എത്തിക്കുന്നത്. കോളനിയിലെ ഗുണഭോക്തൃ സമിതി തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നത്തിൽ അവരും ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തുകയാണെന്നാണ് ആരോപണം. TCV പുതുക്കാട്. പടിഞ്ഞാറെ ചാലക്കുടി മൂഞ്ഞേലിയിൽ വൻ മോഷണം. 40 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. മറ്റത്തി ജോണിയുടെ വീടിന്റെ 2ാം നിലയിലെ അലമാരയിൽ നിന്നാണ് ആഭരണങ്ങൾ മോഷ്ടിച്ചത്. താഴത്തെ നിലയുടെ വാതിലിന്റെ ലോക്ക് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകടന്നത്. ഇവിടെയുള്ള എല്ലാ അലമാരകളും പൊളിച്ച് പരിശോധിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് എത്തിയപ്പോഴാണ് ഇവർ വിവരം അറിഞ്ഞത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചാലക്കുടി ഡിവൈഎസ്പി കെ ലാൽജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. 20 ലിറ്റർ വ്യാജ ചാരായവുമായി 2 പേരെ റൂറൽ SP KP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ആളൂർ സ്വദേശി തച്ചപ്പള്ളി വീട്ടിൽ നിഖിൽ, കാരൂർ സ്വദേശി വെള്ളോളി വീട്ടിൽ ഷിബു എന്നിവരാണ് അറസ്റ്റിലായത്. വാറ്റുപകരണങ്ങളും പ്രതികൾ ചാരായം വിൽക്കാൻ കൊണ്ടുപോയ ഓട്ടോറിക്ഷയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. പോലീസിനെ കണ്ട് ചാരായം വാങ്ങിക്കാൻ വന്ന സംഘം രക്ഷപ്പെട്ടു. 1-ാം പ്രതി നിഖിലിന്റെ വീട്ടിൽ നിന്നാണ് ചാരായം വാറ്റിയിരുന്നത്. ഡിവൈഎസ്പി NP മോഹനചന്ദ്രൻ, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫ്രാൻസിസ് ഷെൽബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ചാരായവാറ്റ് സംഘത്തെ പിടികൂടിയത്. ചേലക്കര കിള്ളിമംഗലം ഉതുവടി പള്ളിക്ക് സമീപം ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ചേലക്കര കുറുമല ഞാറക്കാട്ടിൽ ജോയിയുടെ മകൻ 24 വയസ്സുള്ള മെൽജോയാണ് മരിച്ചത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും ചേലക്കരയിലേക്ക് പോയിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രോഗികളില്ലാതെ അമിത വേഗതയിൽ സൈറൺ മുഴക്കി പാഞ്ഞ ആംബുലൻസ് ഇടിച്ച് 2 ഇടങ്ങളിൽ അപകടം. നമ്മുടെ ഇരിങ്ങാലക്കുട ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസാണ് അലക്ഷ്യമായി ഓടിച്ച് അപകടങ്ങളുണ്ടാക്കിയത്. എടത്തിരിഞ്ഞിയിലും കാട്ടൂരിലുമാണ് അപകടങ്ങളുണ്ടായത്. കാട്ടൂരിൽ ഒരു ഓട്ടോയെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു. ഓട്ടോയിലെ യാത്രക്കാരിയായ കാറളം സ്വദേശിനി പരിക്കുകളോടെ കരാഞ്ചിറ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എടത്തിരിഞ്ഞിയിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ച് തകർത്തിട്ടുണ്ട്. ഡ്രൈവർ മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചതെന്ന് സംശയിക്കുന്നതായും കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. തൃപ്രയാർ പാലത്തിന് സമീപം പിക്കപ്പ് വാനും ടെമ്പോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തളിക്കുളം സ്വദേശി പുതിയ വീട്ടിൽ ഖലീൽ, തൃപ്രയാറിലെ സൂപ്പർമാർക്കറ്റ് ജീവനക്കാരൻ കൽക്കട്ട സ്വദേശി സഫീഖുൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. സഫീഖുളിന്റെ പരിക്ക് ഗുരുതരമാണ്. ഇവരെ തൃപ്രയാർ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പിക്കപ്പ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാറ്റിനെ ചെറുക്കാനുള്ള തിരക്കിലാണ് മലയോരത്തെ വാഴ കർഷകർ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ചൂട് കൂടിയതിനാൽ ശക്തമായ ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്ന ഭയത്തിലാണ് കർഷകർ. നേന്ത്രവാഴ കൃഷിക്ക് പേരുകേട്ട മറ്റത്തൂരിൽ ഇത്തവണയും ലക്ഷക്കണക്കിന് വാഴകൾ കൃഷി ചെയ്തിട്ടുണ്ട്. വാഴകളിൽ കുല വരാറായ സമയത്ത് ചുഴലിക്കാറ്റ് വീശിയാൽ കനത്ത നാശമാണ് കർഷകർക്കുണ്ടാവുക. കഴിഞ്ഞ വേനലിൽ ഇങ്ങനെ പല ദിവസങ്ങളിലായി ഉണ്ടായ ചുഴലിക്കാറ്റിൽ ആയിരക്കണക്കിന് വാഴകൾ നശിച്ചിരുന്നു. കാറ്റിനെ പ്രതിരോധിക്കാനായി വാഴകൾക്ക് താങ്ങു കൊടുത്തിട്ടുണ്ടെങ്കിലും ശക്തിയായ കാറ്റ് വീശിയാൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന ഭയം കർഷകർക്കുണ്ട്. മുളങ്കമ്പ് ഉപയോഗിച്ചാണ് സാധാരണയായി വാഴയ്ക്ക് താങ്ങു കൊടുക്കുന്നത്. മുളങ്കമ്പുകൾ വേണ്ടത്ര ലഭ്യമല്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കാറ്റാടിക്കമ്പുകളും ഉപയോഗിക്കുന്നുണ്ട്. കാറ്റാടിക്കമ്പ് ഒന്നിന് 80 രൂപയോളം വില വരും. പ്ലാസ്റ്റിക് വള്ളികൾ ഉപയോഗിച്ച് വാഴകളെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്ന രീതിയാണ് മലയോരത്തെ കർഷകർ കൂടുതലായി അവലംബിക്കുന്നത്. തോട്ടത്തിന്റെ അതിരിൽ നിൽക്കുന്ന വാഴകൾക്ക് മാത്രം മുളങ്കമ്പുകളോ കാറ്റാടിക്കമ്പുകളോ കൊണ്ടുള്ള ഊന്നു കൊടുക്കും.
ബാക്കിയുള്ള വാഴകളെ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് പരസ്പരം വലിച്ചു കെട്ടും. മെയ് അവസാനം മുതൽ വിളവെടുപ്പിന് പാകമാവുന്ന തരത്തിലാണ് മിക്കവരും നേന്ത്രവാഴ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഓണവിപണി ലക്ഷ്യം വെച്ച് വാഴക്കൃഷി ചെയ്തവരും കുറവല്ല. ആദ്യം വിളവെടുക്കുന്ന വാഴക്കുലകൾക്ക് മികച്ച വില ലഭിക്കാറുണ്ട്. മറ്റത്തൂർ, കൊടകര, കോടശ്ശേരി, വരന്തരപ്പള്ളി, പറപ്പൂക്കര പഞ്ചായത്തുകളിലായി ലക്ഷക്കണക്കിന് നേന്ത്രവാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത്. TCV കൊടകര. ഒരിടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പേരറിയാത്ത, നാടറിയാത്ത, ചിന്തകൾ കൈവിട്ടുപോയ ചെറുപ്പക്കാരന്റെ കൈവിരലുകൾ ജന്മം നൽകുന്നത് ഭംഗിയാർന്ന കളിമൺ ശില്പങ്ങൾ. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്ത് തെരുവോരങ്ങളിൽ വർഷങ്ങളായി കഴിഞ്ഞുവരികയാണ് ഈ ഇതര സംസ്ഥാനക്കാരൻ. മനോദൗർബല്യമുള്ള ഈ ചെറുപ്പക്കാരൻ പലയിടങ്ങളിൽ നിന്നുമായി ശേഖരിക്കുന്ന ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ശില്പങ്ങൾ മെനയുന്നത്. കഴിഞ്ഞ 2 വർഷത്തോളമായി അഴീക്കോട് പുത്തൻപള്ളി പരിസരത്താണ് ഇയാൾ കഴിയുന്നത്. ആരോടും സംസാരിക്കാത്ത ശാന്തപ്രകൃതനായ ഇയാളുടെ കരവിരുത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാണ്. ഗുരുവായൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന സംഭവത്തിൽ കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. അമൃത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഗുരുവായൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായത്. വാട്ടർ അതോറിറ്റിയുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിപക്ഷ കൗൺസിലർമാർ ദിവസങ്ങളായി സമരത്തിലായിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടർ TV അനുപമ വിഷയത്തിൽ ഇടപെട്ടത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം മമ്മിയൂരിൽ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കുകയായിരുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം മമ്മിയൂരിൽ റോഡ് വെട്ടിപ്പൊളിച്ച് പൊട്ടിയ പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിച്ചു. 6 മീറ്റർ നീളമുള്ള പുതിയ പൈപ്പാണ് സ്ഥാപിച്ചത്. ദേശീയപാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച കുടിവെള്ള സംഭരണികൾ നോക്കുകുത്തികളായി. കൊടകര മേഖലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലാണ് യാത്രക്കാർക്ക് ദാഹമകറ്റാനുള്ള വലിയ ജലസംഭരണിയും അനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിച്ചത്. കാത്തിരിപ്പ് കേന്ദ്രം പണി കഴിച്ച സമയത്തു തന്നെ ഇവ സ്ഥാപിച്ചെങ്കിലും പിന്നീട് അധികൃതർ ഇതിൽ വെള്ളം നിറയ്ക്കാനോ വൃത്തിയാക്കി സൂക്ഷിക്കാനോ സംവിധാനമൊരുക്കിയില്ല. ഈ വാട്ടർ ടാങ്ക് വെച്ചിട്ട് ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല. വെച്ചിട്ട് ഒരു 2-3 വർഷത്തേക്കും കൂടുതലായിട്ട് 5 കൊല്ലമായി. വേറൊരു ഭാരം ജനങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും പോലും പാതയോരങ്ങളിൽ കുടിനീർ ലഭ്യമാക്കാൻ മുന്നോട്ട് വരുമ്പോഴാണ് ദേശീയപാത അധികൃതരുടെ അവഗണന മൂലം കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ കുടിവെള്ള സംവിധാനം നോക്കുകുത്തിയായി മാറുന്നത്. കരിക്കിന്റെ ലഭ്യതക്കുറവും ആവശ്യക്കാർ കുറഞ്ഞതും ആമ്പല്ലൂർക്കാരി ജ്യോതിയുടെ ഇളനീർ കച്ചവടത്തിന് വിലങ്ങുതടിയായി. വേനലായാൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഓരത്ത് ജ്യോതിയുടെ ഇടത്താവളത്തിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലായിരുന്നു. പകലന്തിയോളം ആളുകൾ കരിക്ക് നുണയാനെത്തും. പാഴ്സലായുള്ള കച്ചവടത്തിനും ഡിമാൻഡായിരുന്നു. പാലക്കാടായിരുന്നു ജ്യോതിയുടെ ജന്മദേശം. തേനിയിലെ ശിവരാമനാണ് ഇളനീർ വിൽപ്പനയിലേക്കും ഇവരെ കൈപ്പിടിച്ചു കൊണ്ടുവന്നത്. അസുഖബാധിതനായി ശിവരാമൻ കിടപ്പിലായപ്പോൾ ജീവിതോപാധിയായ കച്ചവടം ഇവരുടെ ചുമലിൽ മാത്രമായി. 20-30 പോയിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ഭയങ്കര കഷ്ടത്തിലാണ് കച്ചവടം പോണത്. ഇതിനിടെ മകൻ സുരേഷും ഇളനീർ വിൽപ്പനയുടെ മേഖലയിലെത്തി. പുതുക്കാടാണ് ഇയാളുടെ കച്ചവട കേന്ദ്രം. പാലക്കാട് നിന്നും ജ്യോതിയുടെ സഹോദരൻ കുപ്പുസ്വാമി ആഴ്ചതോറും മിനി വാനിൽ ഇളനീർ എത്തിക്കും. എന്നാൽ ആവശ്യത്തിന് കരിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. തേടിപ്പിടിച്ചു കൊണ്ടുവരുന്നവയിൽ ചിലത് ഉപയോഗിക്കാൻ പറ്റാത്തവയും. ഇതിനു പുറമെയാണ് വിൽപ്പന ഇടിവും. മറ്റൊരു തൊഴിൽ ഒത്തുവന്നാൽ ഇത് നിർത്തുമെന്ന് വിഷമത്തോടെ ജ്യോതി പറയുന്നു. TCV ചാലക്കുടി. ദേശീയപാതയിൽ അപകടമുണ്ടാക്കിയ ശേഷം കാർ നിർത്താതെ പോയ ഡോക്ടറെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പുതുക്കാട് SHO CJ മാർട്ടിൻ പറഞ്ഞു. എറണാകുളം സ്വദേശിയായ ഡോക്ടർ സംഗീത് ചെറിയാന്റെ കാറിടിച്ച് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ മരിച്ചിരുന്നു. കാറിടിച്ചയാൾ റോഡിൽ വീണതറിഞ്ഞിട്ടും നിർത്താതെ പോയ ഡോക്ടർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും പോലീസ് കണ്ടെത്തി. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് കാർ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുറുമങ്ങാട് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് BJP തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ ധർണയും പ്രകടനവും നടത്തി.
BJP ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. BJP തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അജിത് ചീരോത്ത് അധ്യക്ഷനായിരുന്നു. PK ചന്ദ്രൻ, പ്രഭാകരൻ, മുരളീധരൻ, രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മാളയിൽ സർവകക്ഷി യോഗം നടത്തി. PR തോമസ് അധ്യക്ഷത വഹിച്ചു. US ശശി, PK സുകുമാരൻ, അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ, TA മുഹമ്മദ് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ടവർക്ക് നിശ്ചിത വരുമാനം ഉറപ്പുവരുത്തുന്നതിനാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകുന്ന പ്രധാന വാഗ്ദാനമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. UDF തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി TN പ്രതാപന്റെ നാട്ടിക ബ്ലോക്ക് തല പര്യടനം എടമുട്ടം SN സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വലിയ പ്രതീക്ഷയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെട്ട സാധാരണക്കാരന്റെ പ്രതിനിധിയായ TN പ്രതാപനെ നോക്കിക്കാണുന്നതെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, K ദിലീപ് കുമാർ, K ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അവണൂർ മണിത്തറ ആൽത്തറയിൽ UDF കൺവെൻഷൻ നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് അവണൂർ അധ്യക്ഷത വഹിച്ചു. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി G ദേവരാജൻ, DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, VV രാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രചാരണം നടത്തി. ചെമ്പൂച്ചിറ, കോടാലി, വെള്ളിക്കുളങ്ങര, ചെട്ടിച്ചാൽ, മറ്റത്തൂർക്കുന്ന് പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, മണ്ഡലം പ്രസിഡന്റ് രാജൻ വല്ലച്ചിറ, മുഖ്യ സംയോജക് K കൃഷ്ണകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പാലാഴിയിൽ നിന്ന് ആരംഭിച്ച പ്രചാരണം PS ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി ഭരണത്തിൽ കേരളത്തിലെ സാമ്പത്തിക മേഖല തകർന്നു തരിപ്പണമായെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജൻ. തൃശൂർ ലോക്സഭ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുല്ലശ്ശേരിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MB സെയ്ദ് മുഹമ്മദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോസ് വള്ളൂർ, PK രാജൻ, ക്ലമൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തിരുവത്രയിൽ നടന്ന റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. PP നാരായണൻ, KM അലി, AC ആനന്ദൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MR രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കൺവീനർ AM സതീന്ദ്രൻ, DYFI ജില്ലാ സെക്രട്ടറി PB അനൂപ്, KK മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. BJP സർക്കാരിനെ അധികാരത്തിൽ നിന്നും മാറ്റി ഒരു മതേതര കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കുന്ന എന്നതാണ് LDFന്റെ ലക്ഷ്യമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മേത്തല ആനാപ്പുഴയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. MG പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, അമ്പാടി വേണു, PK ഡേവിസ് എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന കലാജാഥയ്ക്ക് എരുമപ്പെട്ടിയിൽ സ്വീകരണം നൽകി. കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കലാജാഥ അവതരിപ്പിക്കുന്നത്. നേതാക്കളായ KM അഷ്റഫ്, PT ദേവസി, TK മനോജ് കുമാർ, PT ജോസഫ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് വോട്ട് അഭ്യർത്ഥിച്ച് MLA-മാരുടെ നേതൃത്വത്തിൽ മാളയിൽ പര്യടനം നടത്തി. MLA-മാരായ റോജി M ജോൺ, അൻവർ സാദത്ത് എന്നിവരാണ് നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ പര്യടനം നടത്തിയത്. പ്രവർത്തകർക്ക് ആവേശം പകർന്ന് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് റാലിയും സമ്മേളനവും നടന്നു. കരുവന്തലയിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി വെങ്കിടങ്ങ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം KP പോൾ ഉദ്ഘാടനം ചെയ്തു. TV ഹരിദാസൻ, ബെന്നി ആന്റണി, PA രമേശൻ, KH നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ
കല്യാണ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സമ്പൽ സമൃദ്ധമായ വിഷുവാശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നു. ആശുപത്രിയിലെ ആദ്യ പേവാർഡും കഞ്ഞിപ്പുരയുമാണ് പൊളിച്ചുമാറ്റുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കഞ്ഞിപ്പുര അറ്റകുറ്റപ്പണികളൊന്നുമില്ലാതെ കാലങ്ങളായി ജീർണാവസ്ഥയിലാണ്. ആധുനിക സംവിധാനമുള്ള ആശുപത്രിയുടെ പ്രവേശന കവാടത്തിൽ കാടുപിടിച്ചു കിടക്കുന്ന പേവാർഡും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു. കാലങ്ങളായി ഇവ പൊളിച്ചു നീക്കാൻ ആവശ്യമുന്നയിക്കാറുണ്ടെങ്കിലും നടപ്പിലായില്ല. കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ഇവിടെ പുതിയ കെട്ടിടം പണിയുന്നതിനും ആലോചനയുണ്ട്. കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭ. വേലൂർ ഗ്രാമകം നാടകോത്സവം സമാപിച്ചു. വേലൂർ ഇഫ് ക്രിയേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ 5 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച നാടകോത്സവത്തിൽ 8 നാടകങ്ങൾ അരങ്ങേറി. സമാപന സമ്മേളനം പ്രശസ്ത നാടക പ്രവർത്തക നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രഥമ ഗ്രാമകം പുരസ്കാരം ഇ.ടി. വർഗീസിന് സമർപ്പിച്ചു. പ്രോഗ്രാം ചെയർമാൻ കെ.വി. വിശ്വംഭരൻ അധ്യക്ഷനായി. നാട്ടക് ജില്ലാ സെക്രട്ടറി രാജേഷ് നാവത്ത് മുഖ്യാതിഥിയായി. കെ.വി. ഫ്രാൻസിസ്, ഇ.എം. വിനീത്, കെ.കെ. രാജൻ എന്നിവർ സംസാരിച്ചു. കേരള മഹാത്മജി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കസ്തൂർബ ഗാന്ധിയുടെ 150ാം ജയന്തി ആഘോഷിച്ചു. സ്വാമിനി തപസ്യാനന്ദ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. മഹാത്മജി സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പ്യത്ത്, കവി എം.കെ. ശശിധരൻ നായർ, പി.എസ്. സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. AICC ഫിഷർമെൻ കോൺഗ്രസ് കയ്പമംഗലം ബ്ലോക്ക് കൺവെൻഷൻ കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ഇ.കെ. ബൈജു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, PMA ജബ്ബാർ, PK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കൂനമ്പൂച്ചി പൗരസമിതിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, പൗരസമിതി ഭാരവാഹികളായ TV ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേരമാൻ മാലിക് മൻസിൽ ഓർഫനേജ് LP സ്കൂളിന്റെ വാർഷികത്തിന്റെ ഭാഗമായി അംഗൻവാടി കുട്ടികൾക്കായി മാജിക് ട്രീ എന്ന പേരിൽ കളറിംഗ് മത്സരവും ടാലന്റ് ടെസ്റ്റും സംഘടിപ്പിച്ചു. സമാപന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും കൊടുങ്ങല്ലൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KS കൈസാബ് സമ്മാന വിതരണം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ TS സജിത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ വിഷു സംക്രമ ലക്ഷദീപാർച്ചന ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം മാതൃസമിതിയാണ് 1,01,000 ചെരാതുകൾ അണിനിരത്തി രൂപങ്ങളും കളങ്ങളും തീർത്ത് ദീപപ്രോജ്വലനം നടത്തുക. മെയ് 3 മുതൽ ക്ഷേത്രത്തിൽ നവീകരണ കലശം ആരംഭിക്കും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ മൂന്നിനി വിജയൻ നായർ, വേണുഗോപാൽ മുള്ളത്ത്, K. സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കൊടകര BRCയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി അധ്യാപകർക്കുള്ള ശില്പശാല കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ചു. 2 ദിവസമായി നടത്തുന്ന ശില്പശാല കൊടകര BPO K. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. BRC ട്രെയിനർമാരായ CS ജയന്തി, K. രമ, PV ലിജി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ ബയോടെക്നോളജി വിഭാഗം ഡീനായിരുന്ന ഡോക്ടർ ജോർജ് തോട്ടാപ്പിള്ളിയുടെ അനുസ്മരണാർത്ഥം RNA വൈറസുകളും കൃഷിയും എന്ന വിഷയത്തിൽ ശാസ്ത്ര പ്രഭാഷണം സംഘടിപ്പിച്ചു. ഡോക്ടർ MRN മൂർത്തി ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സുധ ജോർജ് വളവി അധ്യക്ഷത വഹിച്ചു. ബയോടെക്നോളജി വിഭാഗം മേധാവി ഡോക്ടർ അമ്പിളി മേച്ചർ, നെവിൻ ജേക്കബ് കോശി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ കോഴിക്കോടിൽ നിന്നും മൂർഖൻ പാമ്പിനെ നാട്ടുകാർ പിടികൂടി. ഫൊറോന പള്ളിക്ക് പുറകുവശത്തുള്ള മുരിങ്ങത്തേരി കുര്യന്റെ വീട്ടിലാണ് മൂർഖൻ പാമ്പ് കയറിയത്. 2 കോഴിക്കുഞ്ഞുങ്ങളെ പാമ്പ് വിഴുങ്ങി. വീട്ടുകാരെയും നാട്ടുകാരെയും മണിക്കൂറുകളോളം ഭീതിയിലാഴ്ത്തിയ മൂർഖനെ നിതേഷ് കടങ്ങോട് വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വരുതിയിലാക്കിയത്. ഏകദേശം 6 അടിയോളം വലിപ്പമുള്ള മൂർഖനെ പിന്നീട് വനപാലകർക്ക് കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്ങാലൂരിൽ തണ്ണീർത്തടം നികത്തുന്നത് തടയാനെത്തിയ പഞ്ചായത്ത് അംഗത്തെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പുതുക്കാട് പഞ്ചായത്ത് അംഗം തോബി തോട്ടിയാനാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്.
കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാതെ സപ്ലൈകോ 100 മേനി വിളവ് ലഭിച്ചിട്ടും ദുരിതത്തിലായി അന്തിക്കാട് കായൽക്കോളിലെ കർഷകർ. പഴവള്ളം ആദിവാസി കോളനിയിൽ പട്ടികജാതി കുടുംബത്തിന് കുടിവെള്ളം നിഷേധിച്ച് പുത്തൂർ പഞ്ചായത്ത്. പരാതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള കളക്ടറുടെ നിർദ്ദേശം പഞ്ചായത്ത് അവഗണിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി മൂഞ്ഞേലിയിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം. 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. ആളൂരിൽ 20 ലിറ്റർ വ്യാജ ചാരായവുമായി 2 പേർ അറസ്റ്റിൽ. വാറ്റുപകരണങ്ങളും ഓട്ടോറിക്ഷയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.